അത്ര ടഫായുള്ള ഭാഗമല്ല, കുറച്ചും കൂടെ ഈസിയാണ്. പക്ഷെ എന്നാൽ കുറച്ചും കൂടെ നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങളല്ല, അപ്പോൾ നമ്മളുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ശരി, അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലേക്ക് പോകുന്നു. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. നമ്മളിന്ന് ആൽഫബറ്റ് സീരീസ് ആണ് എടുക്കുന്നത്. ആൽഫബറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കാണുന്നുണ്ടോ? ഒന്ന് മെസ്സേജ് അയക്കൂ. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ എന്ന് നോക്കൂ. ഒന്ന് മെസ്സേജ് അയക്കൂ എല്ലാവരും. യെസ്, റെഡി. അപ്പോൾ കംപ്ലീറ്റ് ദ സീരീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് ഉപയോഗിക്കുക. പക്ഷെ ആ ട്രിക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ അത് ഉത്തരം പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ ആൽഫബറ്റ് സീക്വൻസ് ആണ് ഇത്. ABCD അല്ലെങ്കിൽ XYZ എന്നൊക്കെ വെച്ചിട്ടാണ് ഈ സീക്വൻസ് വരിക. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറുതെ കുറേ XY ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. ചില ചോദ്യങ്ങൾ ഭയങ്കര ഈസി ആയിരിക്കും, ചില ചോദ്യങ്ങൾ അത്ര ഈസി ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മളെ ഭാഗ്യത്തിന് ഇത് പെട്ടെന്ന് ആൻസർ കിട്ടും. ആരോ ഒരാൾ മൈക്ക് മ്യൂട്ട് ചെയ്യാത്തുണ്ട്. അനു കൃഷ്ണ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയുള്ള ശബ്ദങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ അമ്മ വിളിക്കുന്ന ഒച്ച കേൾക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതേ സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്യുക, സംസാരിക്കുക. ഈ ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൽ എത്ര ആൽഫബറ്റുകൾ ഉണ്ട് എന്ന് നോക്കണം. അപ്പം ഞാൻ നമ്പർ ഇടുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണേ. ഈ ക്വസ്റ്റ്യൻ നോട്ട് ബുക്കിലേക്ക് എഴുതുക. എന്നിട്ട് എണ്ണി നോക്കുക. 16 അക്ഷരങ്ങൾ ഇതിലുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഈ 2 എന്നുള്ള ഭാഗം അത് വേണ്ട, ബാക്കിയുള്ള ഭാഗം എഴുതുക. ഒരു ഡാഷ് XX, വീണ്ടും ഡാഷ് YX, ഡാഷ് YY, ഡാഷ് XY, ഡാഷ് XXY. ഇനി 16 നമ്പറുകൾ ഉണ്ടെങ്കിൽ മിക്കവാറും അത് 4 × 4 എന്ന് പറയുന്ന സീക്വൻസ് ആയിരിക്കും. അതായത് 4 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് 4 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. 1 2 3 4, 1 2 3 4, 1 2 3 4, 1 2 3 4. അപ്പം 4 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. അപ്പം ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കുക. 16 16ആണ്. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. ഓക്കെ, ഇവിടെയും വേണമെങ്കിൽ വരെ കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അവസാനത്തെ അക്ഷരങ്ങളൊക്കെ Y ആണ്. നോക്കൂ, Y, ഇവിടെയും Y, ഇവിടെയും Y. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും എന്താണ് വരാൻ സാധ്യത? Y ആണ് വരാൻ സാധ്യത. ക്ലിയർ? അപ്പം നമ്മൾ ഏകദേശം ഒന്ന് ഊഹിക്കുകയാണ്, ഇവിടെ Y ആയിരിക്കും എന്ന് ഊഹിക്കുകയാണ്. ആണോ അല്ലേന്ന് നോക്കാം. ഇനി തുടക്കം അക്ഷരങ്ങൾ എന്താണെന്ന് നോക്കുക. ഇവിടെ Y വന്നിട്ടുണ്ട്, ഇവിടെ Y വന്നിട്ടുണ്ട്, ഇവിടെയും Y വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയും Y വരാനാണ് സാധ്യത. YXXY. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു Y വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാതും ഒരുപോലെ വരും. YXXY. ഇവിടെ X ആയിരിക്കും വരേണ്ടി വരിക. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ടൈപ്പ്, അതായത് വിട്ടുപോയ അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കൊടുത്തൊക്കെ വിട്ടുപോയതാണ്. അപ്പോൾ അത് അവിടെ എഴുതി കൊടുത്താൽ ഇതിൻ്റെ സീക്വൻസ് റെഡി ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പം ഞാൻ എഴുതി വെച്ചത് ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ഏതൊക്കെയാണ്? YX, ഇവിടെ ഏതായിരിക്കും വരിക? X അല്ലേ? XY, YYXXY. ഇങ്ങനെ ഒരു സീക്വൻസ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു അക്ഷരങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സീക്വൻസ് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻസർ ഏതാണ് ഒന്ന് പറയൂ, ആരെങ്കിലും ഒന്ന് പറയൂ.
ആൻസർ ഏതാണ്? y y x x y. അതായത് മൂന്നാമത്തെ ഓപ്ഷനാണ് ഇതിന്റെ ആൻസർ. ഒന്നുകൂടെ ഞാൻ പറയാം, ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. ചിലത് ഇത്ര പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 1 2 3 4 16 എണ്ണം ഉണ്ട് മനസ്സിലായി. 16 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം വീതമുള്ള 4 ഗ്രൂപ്പുകൾ ആവാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കി നമ്മൾ 4 എണ്ണം ഓരോ കള്ളിയാക്കി മാറ്റുന്നു. 4 എണ്ണത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയാണ്, ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. ഇനി നമ്മൾ നോക്കുക, എക്സ് എക്സ് നടുക്കൊക്കെ എക്സ് എക്സ് ആ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ബാക്കിയുള്ളത് എഴുതി കൊടുക്കുക. ഇവിടെ ഒന്ന് ചെറുതായിട്ട് എഴുതി കൊടുക്കുക. നിങ്ങൾ കയ്യിൽ പരീക്ഷയ്ക്ക് പെൻസിൽ ചിലപ്പോൾ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. പെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് പെൻസിൽ ഉപയോഗിച്ച് എഴുതി നോക്കുക. ഇതില്ലെങ്കിൽ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. ഓക്കെ, കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, ഇത് വലിയ പ്രയാസമുള്ള സംഭവം അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ നടുവിലൊക്കെ ഞാൻ എക്സ് എക്സ് എഴുതി കൊടുത്തു. നടുവിലൊക്കെ എക്സ് എക്സ്, അവസാനത്തിലൊക്കെ വൈ വൈ ആണ്. അപ്പോൾ വൈ ഇവിടെയും എഴുതി കൊടുത്തു. ഇനി തുടക്കത്തിലും വൈ ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെയും വൈ എഴുതി. ഇനി നമ്മൾ തുടക്കത്തിലൊക്കെ വൈ. ഇനി നമ്മളിപ്പോൾ എഴുതി വെച്ചത് ഒന്ന് മാറ്റി എഴുതുന്നു, വൈ വൈ എക്സ് എക്സ് വൈ. അപ്പൊ നമ്മളുടെ ആൻസർ ഇതാണ്, വൈ വൈ എക്സ് എക്സ് വൈ. അപ്പൊ ഈ ഓപ്ഷൻ വരുമ്പോഴാണ് ഈ സീക്വൻസിന് ഒരു പ്രത്യേക താളം, റിതം വരുന്നത്. ഒരു താളം, ഒരു പ്രത്യേക റിപ്പീറ്റേഷൻ ആവർത്തിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അത് ആവർത്തിച്ച് വരുന്നുണ്ട്. യാദവ് കൃഷ്ണ മൈക്ക് ഓഫ് ചെയ്യണേ, അമ്മ പറയുന്നതൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനെ 16 എത്ര എണ്ണം ഉണ്ട് നോക്കുക, എന്നിട്ട് 4 ഗ്രൂപ്പായി മാറ്റുക. ആ 4 ഗ്രൂപ്പിൽ ആവർത്തിച്ച് വരാൻ വേണ്ടി നമ്മൾ എന്ത് എഴുതിയാലാണ് വരിക എന്ന് നോക്കുക. അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളുടെ ഉത്തരം ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വേറെ ഓപ്ഷനുകൾ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ആലോചിച്ച് നോക്കാം. അതൊക്കെ ഇവിടെ എഴുതിയാൽ എന്താണ് കിട്ടുക, റെപ്പിറ്റേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം അങ്ങനെയും ചെയ്യാം. ഓരോന്നോരോന്ന് എഴുതി നോക്കുക, ഈ ഗ്യാപ്പിൽ ഓരോന്ന് എഴുതി നോക്കുക. എന്നിട്ട് റെപ്പിറ്റേഷൻ ആവർത്തിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് മായ്ക്കുക, എന്നിട്ട് അടുത്ത ഓപ്ഷൻ എഴുതി നോക്കുക. ഇങ്ങനെയും ചെയ്യാറുണ്ട്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ NMMS പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. എല്ലാവരും ഒന്ന് എഴുതൂ. ഇത് ചിലപ്പോൾ അത്ര എളുപ്പമായിക്കൊള്ളണമെന്നില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കും. എക്സ് വൈ എത്ര എണ്ണമുണ്ട് എന്ന് എണ്ണി നോക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8 9 10 11 12 12 എണ്ണമേ ഉള്ളൂ. അപ്പം 3 × 4 ആവാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചു ആവാം, 4 എണ്ണം വീതമുള്ള 3 എണ്ണം ആവാം. ഓക്കെ, അപ്പം നമ്മൾ 4 എണ്ണം വീതമുള്ള 3 ഗ്രൂപ്പ് ആവാം, 3 എണ്ണം വീതമുള്ള 4 ഗ്രൂപ്പ് ആവാം. ഓക്കെ, അപ്പം ഏത് രീതിയിലും ആവാം, ഉറപ്പിച്ച് പറയാനാവില്ല. ചിലപ്പോൾ ഇനി 2 എണ്ണം വീതമുള്ള 6 ഗ്രൂപ്പും ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇങ്ങനെയും വരാം. അപ്പം നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും അത്. ശരി, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഇത് ഏതാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പം ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക്കുകൾ പിന്നെ ഭയങ്കരമായ ബുദ്ധി ആവശ്യമുള്ളതും അതോടൊപ്പം ഇഷ്ടംപോലെ പ്രാക്ടീസ് ആവശ്യമുള്ളതുമാണ്. പെട്ടെന്ന് ഉത്തരം കിട്ടൂല. നിങ്ങൾ മുമ്പ് ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാനിത് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത്, നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് പല രീതിയിൽ മാറ്റി നോക്കണം. വീട്ടിൽ നിന്ന് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് 2 ആവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പില്ല, തോന്നുകയാണ്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് മാറ്റി നോക്കാം. ഓക്കെ, യെസ്, 2 എണ്ണം വീതമുള്ള 6 ഗ്രൂപ്പുകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അങ്ങനെ ചെയ്ത് നോക്കുകയാണ്. ഇനി ഇല്ലെങ്കിൽ 3 എണ്ണം വീതമുള്ള മാറ്റി നോക്കുക. ഓക്കെ, അപ്പോൾ എക്സ് വൈ ചില സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. എക്സ് വൈ സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു വൈ സെറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, വൈ സെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എക്സ് വൈ സെറ്റ്.
ഓക്കെ. അപ്പൊ y ആദ്യത്തിൽ വരുന്ന ഏതൊക്കെയാ? ഇതും ഇതുമാണ് y ആദ്യത്തിൽ വരുന്നത്. അല്ല, ഇതിലുണ്ട് അല്ലേ? എല്ലാതും y ആദ്യത്തിലാണ് വരുന്നത്. അപ്പൊ എന്തായാലും എക്സ് വൈ കഴിഞ്ഞാൽ വൈ സെഡ് ആണ് എന്നുള്ള ഉറപ്പായി. കാരണം 4 ഓപ്ഷനുകളിലും y ആണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പൊ എക്സ് വൈ കഴിഞ്ഞാൽ വൈ സെഡ് തന്നെയാണ്. ഓക്കെ. ഇനി നമുക്ക് വരാൻ സാധ്യത വൈ എക്സ് വരാം. വൈ എക്സ് വീണ്ടും സെഡ് വരിക, വൈ സെഡ് വീണ്ടും എക്സ് വൈ. അപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് എഴുതുന്നത് കേട്ടോ. എല്ലാവരും നോക്കുക, രണ്ടാമത്തെ ഓപ്ഷനാണ് എഴുതുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഏതൊക്കെയാ? ആദ്യത്തത് വൈ, അതിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ വൈ, അതിവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ സെഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് വൈ. ഇനി ഒന്ന് വായിച്ചു നോക്കൂ. എക്സ് വൈ വൈ സെഡ്, വൈ എക്സ് വൈ സെഡ്. ഒരു വൈ സെഡ് ഇടക്കിടക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. വീണ്ടും എക്സ് വൈ വൈ സെഡ്. ഒരു ചെറിയ റെപ്പറ്റീഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ. അതായത് ആവർത്തിച്ച് വരണം. ഇവിടെ ആദ്യം എക്സ് വൈ വന്നു, പിന്നെ വൈ സെഡ് വന്നു, പിന്നെ വൈ എക്സ് വന്നു, വീണ്ടും വൈ സെഡ് വന്നു. പക്ഷെ തുടക്കം ആദ്യത്തെ പോലെ പിന്നെയും വന്നു, എക്സ് വൈ വൈ സെഡ്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാതും ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഇതിലേറെ നല്ലൊരു റെപ്പറ്റീഷൻ ആവർത്തനം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. അപ്പൊ നമ്മളിത് ഞാൻ പറഞ്ഞില്ല, എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുക. പെട്ടെന്ന് നമുക്കിത് ചെയ്യാനാവൂല. വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക. ഈ ഗ്യാപ്പിൽ ഇങ്ങനെ എഴുതി നോക്കുക, ഓരോന്നോരോന്ന്. ഓക്കെ, ഈ ഗ്യാപ്പിൽ എഴുതി നോക്കുക. നിങ്ങൾ ഒന്ന് എഴുതുകയാണെങ്കിൽ, ഫസ്റ്റത്താണ് ഇവിടെ എഴുതുന്നതെങ്കിൽ ആദ്യത്തെ എക്സ് വൈ വൈ സെഡ് തന്നെയാണ് വരിക. പിന്നെ വൈ എക്സ് വൈ വൈ എന്ന് വരും, വൈ വൈ എന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവസാനത്തെ എക്സ് സെഡ് എന്നാണ് വരിക. ഓക്കെ, അപ്പൊ എക്സ് സെഡ് ഇതിന്റെ നേരത്തെ വരാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഇതാവൂല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ഓപ്ഷനുകളും നിങ്ങൾ എഴുതി നോക്കുകയാണ് വേണ്ടത്. ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പേടിക്കണ്ട. ഇതൊന്ന് എഴുതി നോക്കി സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ കുറേ മാറും. മുഴുവൻ മാറൂല. മുഴുവൻ മാറണമെങ്കിൽ നമ്മളിത് ഒരുപാട് പ്രാവശ്യം ചെയ്തു നോക്കുക തന്നെ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. യെസ്, എല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യൂ. ഇത് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ, അത്ര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളല്ല. ഈ ഭാഗത്ത് നിന്ന് ഈസി ചോദ്യങ്ങൾ വരാറുണ്ട്, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, ചിലതൊന്നും സീക്വൻസ് ആൻഡ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമുള്ള ചോദ്യങ്ങളുണ്ട്. യെസ്, അടുത്തത് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ നമുക്കറിയാം, ഒന്നുകിൽ 3 വീതമുള്ള ആയിരിക്കാം, അല്ലെങ്കിൽ 4 വീതമുള്ള 3 ആയിരിക്കാം, 3 വീതമുള്ള 4 ആയിരിക്കാം, അല്ലെങ്കിൽ 4 വീതമുള്ള 3 ഗ്രൂപ്പുകളായിരിക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, 3 തന്നെ ആയിക്കോട്ടെ. 1 2 3 1 2 3 1 2 3 1 2 3. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എക്സ് വൈ സെഡ് ആവാനാണ് സാധ്യത. നമ്മൾ ഊഹിക്കുകയാണ് എക്സ് വൈ സെഡ്. പക്ഷെ വൈ സെഡ് ആദ്യം വന്നത് ഏതാണ്? വൈ സെഡ് ആദ്യം വന്ന ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്. എക്സ് വൈ സെഡ് വരാനാണ് സാധ്യത. നമ്മൾ ഊഹിക്കുകയാണ് എക്സ് വൈ സെഡ്. അത് കഴിഞ്ഞ് സെഡ് എക്സ് വൈ. ഇനി ഇവിടെ വൈ ആയിരിക്കണം സാധ്യത. വൈ സെഡ് എക്സ്, വൈ എക്സ് സെഡ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, നമ്മൾക്ക് കിട്ടിയതിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അവസാനം എക്സ് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഒന്ന് എഴുതി നോക്കുകയാണേ. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ എഴുതുകയാണ്. ഫസ്റ്റത്തെ വൈ സെഡ് എഴുതി. ആർക്കെങ്കിലും ആൻസർ അറിയാമെങ്കിൽ പറയാട്ടോ.
വൈ സെഡ് എക്സ് എഴുതി, വൈ സെഡ് സെഡ്, അവസാനം വൈ സെഡ് സെഡ് എന്ന് വരുന്നുണ്ട്, പക്ഷെ അത് നേരത്തെ ആവർത്തിച്ച് വന്നിട്ടില്ല. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയൂ. നമ്മൾ ഗ്രൂപ്പ് ആക്കിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 3x4 പകരം നമ്മൾ 4x3 ആക്കി നോക്കുക. ഇതൊക്കെ നമ്മൾ മാറ്റി മാറ്റി നോക്കണം. 4 വീതമുള്ള 3 ഗ്രൂപ്പുകളാക്കുക. അപ്പൊ കുറച്ചും കൂടെ ആവർത്തിച്ച് വരുന്ന പോലെ തോന്നുന്നുണ്ട്. നോക്കൂ എല്ലാവരും, കുറച്ചും കൂടെ ആവർത്തിച്ച് വരുന്ന പോലെ തോന്നുന്നുണ്ട് ഇല്ലേ? ഒരു Z എല്ലാത്തിന്റെ അവസാനം വരുന്നില്ലേ? നോക്കൂ. അപ്പൊ നമ്മളിത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കുക. ഒരു വഴി നോക്കും, അത് അടഞ്ഞു പോയാൽ അടുത്ത വഴി നോക്കും, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. എല്ലാറ്റിൻ്റെയും 3 ഗ്രൂപ്പിൻ്റെയും അവസാനം Z ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ശരിയാവുമെന്ന് നമ്മൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏതാണ് വരാൻ സാധ്യത? എല്ലാവരും ഒന്ന് വേഗം നോക്കിയിട്ട് പറയൂ. പറയൂ, ഏത് എഴുതിയാലാണ് ശരിയാവുക? രണ്ടാമത്തെ നോക്കാം, ഞാൻ എഴുതി നോക്കട്ടെ. എക്സ് വൈ സെഡ് സെഡ്, ഒരു ആവർത്തനം വരണം. ഓക്കെ, അടുത്തത് എക്സ് വൈ വൈ സെഡ്, കുഴപ്പമില്ല. അടുത്തത് വീണ്ടും എക്സ് വൈ സെഡ് സെഡ്. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ ഒരു ആവർത്തനം വരുന്നുണ്ട്, കാരണം ഈ ഭാഗത്ത് വന്ന പോലെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ അതാണ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പാക്കുന്നു, ആ ഗ്രൂപ്പിന്റെ ഇടയിൽ ഈ ഗ്യാപ്പിൽ ഇതിന്റെ നമ്മൾ ഏതാണ് വരാൻ സാധ്യത, ആദ്യം മൊത്തത്തിലൊന്ന് നോക്കുക. ആവർത്തനം വരാൻ സാധ്യതയുണ്ടോ, ഒരേപോലെയുള്ളത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് ഓപ്ഷനുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതി നോക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് വീട്ടിലിരുന്നിട്ട് ബാക്കിയുള്ളതും എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേറെ നല്ലൊരു ആൻസർ ആയിട്ട് റെപ്പിറ്റേഷൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലിടുക. അപ്പോൾ നമുക്ക് ആൻസർ അതാണോ എന്ന് പരിശോധിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ക്ലിയർ ആയോ? ഫുള്ളായിട്ട് ക്ലിയർ ആവില്ല, നിങ്ങൾ ചെയ്തെങ്കിൽ തന്നെ ക്ലിയർ ആവുള്ളൂ. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, സംശയങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾ വീണ്ടും ഒന്നും കൂടി ചെയ്തു നോക്കുക. ഓക്കെ, അടുത്തതൊന്ന് നോക്കൂ. ഇത് അത്ര ഈസി ക്വസ്റ്റ്യൻസ് അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. 1 2 ഇതൊന്ന് എഴുതിയെടുത്ത് ഒന്ന് ഒന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10. മിക്കവാറും 10 ഒക്കെ ആണെങ്കിൽ, 10-ൽ താഴെയാണെങ്കിൽ 2x5 അല്ല അങ്ങനെയൊക്കെ വരാനാണ് സാധ്യത. 2 വീതമുള്ള 5 ഗ്രൂപ്പുകൾ വരാനാണ് സാധ്യത. ഏതാണ് നമ്മളുടെ ഓപ്ഷൻ വരാൻ സാധ്യത? എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറയൂ. മൂന്നാമത്തേത്. യെസ്, വെരി ഗുഡ്. മൂന്നാമത്തത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. മൂന്നാമത്തത് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തത് എക്സ് വരും, രണ്ടാമത്തെ വൈ വരും, പിന്നെയും വരുന്നത് അത് തന്നെയാണ്. പിന്നെ ഒരു അടുത്തത് ഇത് ഈ വൈ അല്ലേ, ഈ വൈ ആണ് ഇവിടെ വരാനുള്ളത്, പിന്നെ ഈ വൈ ആണ് ഇവിടെ വരാനുള്ളത്. അപ്പൊ എക്സ് വൈ എക്സ് വൈ എക്സ് വൈ, കണ്ടോ റെപ്പിറ്റേഷൻ വന്നത് കണ്ടോ? അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങൾ മനസ്സിലായോ ഇല്ലയോ? വേഗം പറയൂ. മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. ചില ചോദ്യങ്ങൾ കുറച്ച് ടഫ് ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. 10-ൽ താഴെ നമ്പറുകളാണെങ്കിൽ, 10-ൽ താഴെ എണ്ണമാണെങ്കിൽ അത് 2-ന്റെ ഒരു കളിയാവാനാണ് സാധ്യത. 10-ൽ കൂടുതൽ 12 ഒക്കെ ആണെങ്കിൽ 3x3 ആയിരിക്കും. 12 ഒക്കെ ആണെങ്കിൽ 3 ആയിരിക്കും. 16 ഒക്കെ ആണെങ്കിൽ 4 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. ചിലത് പെട്ടെന്ന് കിട്ടൂല, പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തിട്ട് വേഗം ചെയ്യൂ, എന്നിട്ട് ആൻസർ അയക്കൂ. ചിലത് എനിക്കും പ്രയാസമായിരിക്കും. 1 2 3 4 5
6, 7, 8, 9, 10, 11, 12. 12 അപ്പോൾ ഒന്നുകിൽ 3 ഇൻറ്റു 4 അല്ലെങ്കിൽ 4 ഇൻറ്റു 3. 4 വീതമുള്ള 3 ഗ്രൂപ്പുകളാക്കാം. നമുക്ക് ഏതാണ് ആക്കേണ്ടത് നിങ്ങൾ നോക്കുക. ഒന്ന് നിങ്ങളുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുക. ആൻസർ അറിയാവുന്നവർ അയക്കുക. ഓക്കെ, കുറേ പേര് അയക്കുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പ് ആക്കുന്നു. 3 ആക്കണോ 4 ആക്കണോ എന്നാണ് ആലോചിക്കുന്നത്. YXX YXX YYX. ഓക്കെ, ഞാൻ 4 ഇതാക്കുകയാണ്. ആദ്യം ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. എനിക്കും ഒരു ഉറപ്പില്ല. 1 2 3 4 2 3 4 4. ഓക്കെ, അപ്പോ ഫസ്റ്റത്തത് അവിടെ 2x വന്ന സ്ഥിതിക്ക് ആദ്യത്തെ x ആവാനുള്ള സാധ്യതയില്ല, y ആവാനാണ് സാധ്യത നമ്മൾ വിചാരിക്കുന്നു. കാരണം 3 xകൾ വരാൻ സാധ്യത കുറവാണെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എക്സ് വൈ വൈ വൈ. ഓക്കെ, YXXY. ഓക്കെ, YXXY. ഇനി ഒരു എക്സ് അവിടെ വന്ന സ്ഥിതിക്ക് എക്സ് വരാനുള്ള സാധ്യതയുണ്ട്, XXYY. പിന്നെ XYYY, YXXY. ആദ്യത്തെ YXXY തന്നെയാണ്. അപ്പോൾ 3 or 4 ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് വിചാരിക്കാം. 3ാമത്തെയോ 4ാമത്തെയോ ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 3 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനതൊന്ന് എഴുതി നോക്കുകയാണ്. XY, അപ്പോൾ 3 Y വരുവാണ്. ഓക്കെ, ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നമ്മളൊന്നും കൂടെ ആലോചിക്കണം. ഞാൻ 4 പകരം 3 ഗ്രൂപ്പ് ആക്കി നോക്കട്ടെ. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ആർക്കെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ പറയണേ. ചിലപ്പോൾ നമ്മൾ ഇതിന്മേൽ കറങ്ങിപ്പോവും. ഓക്കെ, Y ആദ്യം വന്നാൽ YXX YXX. സാർ രണ്ടാമത്തെ ആൻസർ വരുമോ? രണ്ടാമത്തെ ആൻസർ നോക്കാം. രണ്ടാമത്തെ ആൻസർ വരുമ്പോൾ 3x വരൂലേ? 3x. ഇപ്പൊ YX 4 തിരിക്കുമ്പോ 4 തിരിക്കുമ്പോഴോ? ഒന്ന് നോക്കട്ടെ, എഴുതി നോക്കട്ടെ. അല്ല, ഓക്കെ 4 തിരിക്കുമ്പോൾ രണ്ടാമത്തെ ആൻസർ വരുമോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം 4 തിരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൻസർ ഞാൻ ഇവിടുന്ന് എഴുതുന്നുണ്ട്, എല്ലാവരും നോക്കണേ. എക്സ് നമ്മൾ ഡൗട്ടുള്ളത് എഴുതി നോക്കുകയാണ് ചെയ്യുക. XXXY XXYY then XYYY XXXY XY XXYY. 2 പ്രാവശ്യം ഇതിൽ റെപ്പിറ്റേഷൻ ഉണ്ടോ? നമ്മളൊരു പറയൂ. ഇതിൽ ആദ്യം 3 പ്രാവശ്യം എക്സ്, പിന്നെ 2 പ്രാവശ്യം എക്സ്, പിന്നെ 1 പ്രാവശ്യം എക്സ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഓക്കെ അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ആൻസർ 2 ആണ് വരിക. ഞാൻ ഇതിനെ 2 ഗ്രൂപ്പ് ആക്കി നോക്കട്ടെ. ഒറ്റ മിനിറ്റ്. നമ്മൾ 2 വീതാക്കി പോകണ്ടേ? ചിലപ്പോൾ അങ്ങനെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ
രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കുന്നു. രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കുമ്പോൾ എക്സ് 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 വൈ എക്സ് വൈ വൈ വൈ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടെ ആലോചിക്കുക. എക്സ് 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 വൈ എക്സ് എക്സ് വൈ വൈ അല്ലേ, വീണ്ടും എക്സ് വൈ വൈ വൈ. ഒരു ഐഡിയ കിട്ടുന്നില്ല. ഏതായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാനും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നോക്കിയിട്ട് ഗ്രൂപ്പിൽ അതിൻ്റെ ആൻസർ ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രകാരം 2 ആണ് നമ്മുടെ ആൻസർ. ഇനി ഇതിലേറെ നമുക്ക് അതിന് സ്യൂട്ട് ആവുന്നത് ഉണ്ടോ എന്ന് നോക്കുക. വേണമെങ്കിൽ 3 കള്ളിയാക്കിയതിന് ശേഷം ഒന്നും കൂടെ ആലോചിക്കാം. 1 2 3 1 2 3 1 2 3 1 2 3. ഫസ്റ്റത്തത് വൈ ആണെങ്കിൽ വൈ ആണ് എന്ന് വിചാരിക്കാം. വൈ എക്സ് എക്സ്, വീണ്ടും വൈ എക്സ് എക്സ് വരാം. അപ്പം ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വൈ വൈ എക്സ് വന്നു, വീണ്ടും വൈ വൈ, അപ്പോൾ അവസാനം എക്സ് വരണം അല്ലേ. ഓക്കെ ശരി. അപ്പോൾ തൽക്കാലം നമ്മൾ 2 ആണ് ഓപ്ഷൻ ആക്കി ആൻസർ ആക്കി എടുക്കുന്നത്. നിങ്ങൾ എന്തായാലും അപ്പം 4 എണ്ണം വീതം എഴുതുമ്പോൾ 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ നമ്മൾ എക്സ് എക്സ് വൈ വൈ, ആദ്യം 3 എക്സ്, പിന്നെ 2 എക്സ്, പിന്നെ 1 എക്സ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. വേറെ ഇതിലേറെ നല്ല ഒരു റെപ്പിറ്റീഷൻ, ഒരു ആവർത്തനം വരികയാണെങ്കിൽ വരുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ ശരി. അപ്പം നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ഇന്ന് 2 ടോപ്പിക് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാം. യെസ്, ഇത് മിസ്സിംഗ് നമ്പേഴ്സ് ആണ്. നമ്മൾ സീക്വൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീക്വൻസ് 4 ഓപ്ഷൻ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളിത് കറക്റ്റ് ആണോ എന്ന് നോക്കുക, ഗ്രൂപ്പിലിടുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിലിടുക. ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാനുമാണ്. അവിടെ വെച്ച് നമുക്ക് നോക്കാം. വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് സമയം കളയണ്ട. എന്നിട്ട് ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കഷൻ നടത്താം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയുക. അതേപോലെ അറിയാവുന്ന കുട്ടികൾ മറ്റുള്ളവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഗ്രൂപ്പിലിടുക. സദു. യെസ്, അപ്പം ഞാൻ മിസ്സിംഗ് നമ്പേഴ്സ് ആണ് പറയുന്നത്. ചിത്രം തന്നിട്ട് അതിലൊരു നമ്പർ വിട്ടുപോയിട്ടുണ്ടാവും, അത് കണ്ടുപിടിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ചെയ്യൂ പെട്ടെന്ന്. ഇതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, പറയൂ, ഇതിലേതാണ് വിട്ടുപോയത്? എല്ലാവരും ആൻസർ അയച്ചോളൂ. വിട്ടുപോയ നമ്പർ ഏതാണ്? മിക്കവാറും ഒരു ബന്ധമുണ്ടാവും, എന്തെങ്കിലും ഒരു നിയമം പാലിക്കുന്ന സംഖ്യകളായിരിക്കും ഇത്. ഇതൊക്കെ ക്യൂബുകളാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യൂബുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 9 പേര് അയച്ചു. ഓക്കെ, പെട്ടെന്ന് അയക്കൂ. ഓക്കെ റുഷ്ദ, ബാക്കി വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കാണുക. മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ പിന്നീട് വീഡിയോ കാണുക, ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ആൻസർ അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. ശ്രീഷ്മ രാജിൻ്റെ മാത്രമാണ് തെറ്റിപ്പോയത്. ഓർക്കുക, ഇത് 2 ക്യൂബാണ്, ഇത് 3 ക്യൂബാണ്, ഇത് 4 ക്യൂബാണ്, ഇത് 5 ക്യൂബാണ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ 125 നമ്മുടെ ആൻസർ. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കാനൊന്നുമില്ല, നമ്മൾ ചെയ്ത് പഠിക്കാനാണുള്ളത്. അതായത് 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ പുറത്ത് 7ഉം 6ഉം ഉണ്ട്, ഇവിടെ 4ഉം ഉണ്ട്. അപ്പൊ ഇവരൊക്കെ തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്, എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്താന്ന് കണ്ടുപിടിക്കണം. 6 7 4, ഇതിൽ നിന്ന് എങ്ങനെയാണ് 84 കിട്ടുക? ഒന്ന് ചെയ്തു നോക്കുക. 6 7 4 നിന്ന് എങ്ങനെയാണ് 84 കിട്ടുക? അതേപോലെ 8 6 3 നിന്ന് ഈ സംഖ്യ എങ്ങനെ കിട്ടും? ഉത്തരം കിട്ടിയവർക്ക് അയക്കാം. എല്ലാവർക്കും അവസരമുണ്ട്. ഉത്തരം കിട്ടിയവർക്ക് അയക്കാം. ആരാണ് ആദ്യം ഉത്തരം അയക്കാന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആരും അയച്ചിട്ടില്ല. ഓക്കെ, റഷ ഫാത്തിമ അയച്ചിട്ടുണ്ട്.
വെരി ഗുഡ്. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അനു കൃഷ്ണ അയച്ചിട്ടുണ്ട്, ശ്രീപാർവതി അയച്ചിട്ടുണ്ട്. ഓപ്ഷനുകൾ നോക്കുക. ഫാത്തിമ ഫൈഹ അയച്ചിട്ടുണ്ട്, അനീസ് അയച്ചു. ഓക്കെ, ഞാൻ കുറെ പേർക്ക് എന്താണ് മനസ്സിലായില്ല. ഞാൻ പറയുന്ന ഇതാണ്, നമ്മളുടെ 6, 7, 4, അതായത് ഈ ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ പുറത്തുള്ള സംഖ്യകൾ എന്തോ ചെയ്തപ്പോൾ, ഗുണിക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് 84 കിട്ടിയത്. അപ്പൊ നോക്കുക, നമ്മൾ ആലോചിച്ച് നോക്കൂ, 6ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? 42. ആ 42വിനെ 2 കൊണ്ട് ഗുണിച്ചതല്ലേ 84? 2 എന്ന് പറയുന്ന ഈ 4ന്റെ പകുതിയല്ലേ? പകുതിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 സംഖ്യകളും കൂടെ ഗുണിച്ചിട്ട് 6, 7, 4 ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചതാണ് 84. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യയും അങ്ങനെ തന്നെയായിരിക്കും. 8ഉം 6ഉം 3ഉം ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 × 6 24, 24 × 3 24 × 3 72 ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോ ത്രികോണത്തിന്റെ ഉള്ളിൽ വരേണ്ട സംഖ്യ 72 ആണ്. എന്താണ് ചെയ്തത്? പുറത്തുള്ള സംഖ്യകളൊക്കെ ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പറയൂ. ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ, ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഇതിന്റെ PDF അയച്ചു തരും, നിങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ചില കുട്ടികൾക്ക് ഭയങ്കര ടഫാണ്, പക്ഷേ നിങ്ങൾ കുറേ ഇങ്ങനത്തെ കണക്കുകൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 17ഉം 22ഉം അതിൽ നിന്ന് എങ്ങനെയാണോ 13 കിട്ടുന്നുണ്ട്, അതേപോലെ 12നും 24നും എങ്ങനെയോ 12 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 21നും 27നും ഇവിടെ കിട്ടാൻ സാധ്യതയുള്ള സംഖ്യ ഏതാണ്? എല്ലാവരും അയച്ചോളൂ ആൻസർ. ആദർസ് അയച്ചിട്ടുണ്ടല്ലോ, മിടുക്കൻ. നമുക്ക് നോക്കാം, ശരിയാണോ നോക്കാം. അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വീണ്ടും 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 ചെയ്യുക. അപ്പൊ ഇനി അടുത്ത ശനിയാഴ്ച ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. മിക്കവാറും അത് ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും, സ്കൂളിൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ പിന്നീട് പറയാം. ഓക്കെ, നമുക്ക് കണക്കാണ് എടുക്കുക. കണക്കാവുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ എടുക്കുന്നതിന് പകരം ഓഫ്ലൈൻ എടുക്കുന്നതായിരിക്കും നന്നാവുക തോന്നുന്നു. എന്തായാലും ഇടയ്ക്കൊരു ക്ലാസ് ഓഫ്ലൈൻ എടുക്കണം. അതോടൊപ്പം അടുത്ത ആഴ്ച നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ പ്രിന്റ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മൾ പറഞ്ഞ പൈസ കൊടുക്കുക, എന്നാൽ പ്രിന്റ് എടുത്ത് തരാനുള്ള ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊടുക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നടത്തുന്നതിനും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുക്കുന്നതിനൊക്കെ ഒരുപാട് ചിലവുള്ളത് കൊണ്ട് നിങ്ങൾ ആ ചിലവ് കൊടുക്കുക. ഓക്കെ, അതേപോലെ നമ്മൾ പുറത്തുനിന്ന് ചില ആളുകളെ വെച്ച് ക്ലാസ് എടുപ്പിക്കും, അപ്പൊ അവർക്കും നമ്മൾ പൈസ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ വേഗം കുറേ പേര് കൊടുത്തവരുണ്ട്, ബാക്കിയുള്ളവരും കൂടെ വേഗം അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, യെസ്, ആൻസർ കുറെ പേര് അയക്കുന്നുണ്ട്. നോക്കാം, ആരുടെയോ ഒരാളുടെ മൈക്ക്. അഭിനവ് P 8B. ശരി, അപ്പൊ ഞാൻ ആൻസർ അയക്കുകയാണ്. 15 അയക്കുന്നവരുണ്ട്, 16 അയക്കുന്നവരുണ്ട്. നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോളൂ. 17ഉം 22ഉം കൂട്ടിയാൽ എത്ര എന്ന് ആദ്യം ആലോചിക്കൂ. നമുക്കറിയാം 39 ആയിരിക്കും. ആ 39നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇയാളെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഐഡിയക്ക് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് കിട്ടുക. പെട്ടെന്ന് നമ്മളെ തലയിൽ കയറൂല. ഇത് രണ്ടും കൂടെ കൂട്ടുക. വേഗം പറയൂ. 36. അതിനെ നിങ്ങൾ 3 കൊണ്ട് ഹരിക്കുക. കറക്റ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ കൂട്ടൂ. 21ഉം 27ഉം, അപ്പൊ 48 ആയിരിക്കും.
അതിനെ നിങ്ങൾ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് 16 കിട്ടും. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ അതേ നിയമം വെച്ചിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ. നോക്കേണ്ട ഇതാണ്, ഈ 2 സംഖ്യകളിൽ നിന്ന് എങ്ങനെയാണ് 84 കിട്ടുക, ഈ 2 സംഖ്യകളിൽ നിന്ന് എങ്ങനെയാണ് 81 കിട്ടുക. അപ്പൊ അതേപോലെ ഇത് രണ്ടിൽ നിന്നും ഇതെങ്ങനെ കിട്ടും ആലോചിച്ചിട്ട് പറയൂ. നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് പറ്റി ഇത് പിന്നെ ഇതുണ്ട്, സാമ്യമുണ്ട്. അതുപോലെ തന്നെ 2 കൊണ്ട് ഹരിച്ചാൽ മതിയാവും, ചിലപ്പോൾ ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. ആൻസർ ഇതുവരെ ആരും അയച്ചിട്ടില്ല. വേഗം അയക്കും. ഓക്കെ, അനീസ് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എഫിം, അനുശ്രീ, ഞാരാ നമ്മുടെ ക്ലാസ്സിലെ മിടുക്കന്മാർ ആരൊക്കെയാണ്? നാല് പേരെ അയച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ചൈതന്യ, ഗൗരി, നിരഞ്ജൻ, ഹിരൺമയി, അലൻ, ഫാത്തിമ, ഫൈഹ, ലെന. ഓക്കെ, ഞാൻ ആൻസറിലേക്ക് പോകുന്നു. നമ്മൾ ആലോചിക്കുകയാണ് ഈ മുകളിലത്തെ 2 സംഖ്യകളിൽ നിന്ന് അടിയിലത്തെ സംഖ്യ എങ്ങനെയാണ് കിട്ടുക. അപ്പൊ അതിനുള്ള ഒരു എളുപ്പപ്പണി എന്താ വെച്ചാൽ ഇതിന്റെ പകുതിയാക്കുക. 6, 6ഉം 14 കൂടെ ഗുണിക്കുക. 14 × 6, 14 × 6 എത്രയാണ്? 84 ആണ്. അടുത്തത് 18ന്റെ പകുതിയാക്കുക. അപ്പൊ 9 ആണ് കിട്ടുക. 9 × 9 എത്രയാണ്? 81 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ പകുതിയാക്കുക. 8. അപ്പൊ 11 × 8, 11 × 8 88. ക്ലിയർ ആണ് നമ്മുടെ ആൻസർ എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? പറയൂ. ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അത്രയൊന്നും പ്രയാസമില്ല, കൂട്ടി കൂട്ടി പോയാൽ മതി. നമ്മുടെ സീരീസ് കൂട്ടി കൂട്ടി പോകുന്ന പോലെ പോയാൽ മതി. വേഗം ആൻസർ അയച്ചോളൂ. അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇനി കിട്ടുമ്പോൾ ചെയ്തു നോക്കുക. കുറച്ചു നേരം വർക്ക് ചെയ്യേണ്ടി വരും. ബ്രെയിൻ നല്ലോണം ചൂടാവട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് വരും. ഓക്കെ, ഉത്തരം കിട്ടിയവർ അയച്ചോളൂ. ഇതിങ്ങനെ കൂട്ടി കൂട്ടി പോകുന്ന ആഡ് ചെയ്യുന്ന സീക്വൻസ് ആണ്. 13 കൂട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന 13 കൂട്ടുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഓപ്ഷൻ എല്ലാവരും കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. 65 13 കൂട്ടിയാൽ 52 കൂടി 13 കൂട്ടുന്നു. അപ്പൊ നമുക്ക് 65 കിട്ടുന്നു. വെരി ഗുഡ്, എല്ലാവരും അയച്ചിട്ടുണ്ട്. 13. അടുത്ത ചോദ്യവും ഇത് തന്നെയാണോ? യെസ്, ഇതേപോലെയുള്ള ചോദ്യമാണ്. വളരെ പെട്ടെന്ന് അയക്കാം. എല്ലാവരും പെട്ടെന്ന് അയക്കൂ. എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ. അപ്പൊ ഈ PDF ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടും. ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഒന്നും കൂടി ചെയ്തു നോക്കണം. അതോടൊപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഉണ്ടാവും. നിങ്ങൾ ഒഴിവിനനുസരിച്ച് അത് ചെയ്യുക. ഓക്കെ, കുറേ പേര് അയച്ചിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും നല്ല മിടുക്കന്മാരാണ്. ഇനിയും നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇനിയും കൂടും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിലനിർത്തും. പക്ഷേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ, യെസ്. അപ്പോ ഇതിപ്പോ 13 തന്നെയല്ലേ കൂട്ടുന്നത്? അല്ല, 14 കൂട്ടുന്നത്. 14 കൂട്ടുന്നു. അപ്പൊ 77 നമ്മുടെ ആൻസർ. വെരി ഗുഡ്. 63 കൂടി 14 കൂട്ടി, അപ്പൊ 77. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കും.
ആൻസർ ഓക്കെ 18 കൂട്ടി കൂട്ടി പോകുന്നതെന്നാണ് തോന്നുന്നത്. 18 72 നമ്മുടെ ആൻസർ വരിക അല്ലേ? ഇവിടെ 18 കൂട്ടി, ഇവിടെയും 18 കൂട്ടി, ഇവിടെയും 18 കൂട്ടി, ഇവിടെയും 18 കൂട്ടി. ഇവിടെ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. പക്ഷെ അത് 9ന്റെ നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയതുകൊണ്ടാവും അത് അങ്ങനെ എഴുതിയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ സാധ്യത 72 മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 54നോട് കൂടി 18 കൂട്ടുക, അപ്പോൾ 72. ഓക്കെ, എന്നാൽ പെട്ടെന്ന് ഒന്നുകൂടി. ഓപ്പോസിറ്റ് ആണ് ആലോചിക്കേണ്ടത്. ഓപ്പോസിറ്റ്. ഓക്കെ, അനീസ് അയച്ചിട്ടുണ്ട്. ശ്രീഷ്മ രാജ്, ഓക്കെ, എല്ലാവരും അയച്ച് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. 6നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് 30 കിട്ടും. അതിനോടുകൂടി 1 കൂട്ടിയതാണ് 31 അല്ലേ? അതേപോലെ 9നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് ഇപ്പൊ 45 കിട്ടും. അതിനോടുകൂടി 1 കൂട്ടിയതാണ് 46. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ചെയ്യേണ്ട എന്താണ്? 12നെ 5 കൊണ്ട് ഗുണിക്കുക, 60 കിട്ടും. 1 കൂട്ടുക, 61. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 61 ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. കുറെ പേര് അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടോ? ഇനിയും കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ളത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം, നിങ്ങൾ കണ്ടുപിടിക്കുക. മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഉത്തരം കിട്ടിയവർ അയച്ചോളൂ. അപ്പൊ എന്തെങ്കിലും ഒരു നിയമം ഇവിടെ ഉണ്ടാവും. ആ നിയമം വെച്ചിട്ട് ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് പേര് അയക്കുന്നുണ്ട്. 13നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി അല്ലെ? 13നെ ഗുണിച്ചാൽ മതി. ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കുക. 7 കൊണ്ടാണ്. അപ്പൊ 13 × 7 91 നമ്മുടെ ആൻസർ. അപ്പൊ ഇതിന്റെ ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു മിനിറ്റ്. യെസ്, ലാസ്റ്റ് ചോദ്യം. യെസ്, ഇതും കൂടെ കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓർക്കേണ്ടത് ഇത് രണ്ടിൽ നിന്നും ഇത് കിട്ടി. പതിനഞ്ചിൽ നിന്നും 19 കൂടെ എന്തോ ചെയ്തപ്പോൾ 17 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണമെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം കിട്ടിയവർക്ക് അയക്കാം. കുറെ പേര് അയച്ചിട്ടുണ്ടല്ലോ. ഇത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയോ? മൈ ഗോഡ്. ഓക്കെ, ഞാൻ ശരിയാണോ നോക്കട്ടെ. 6ഉം 8ഉം കൂടെ കൂട്ടുക, അപ്പൊ നിങ്ങൾക്ക് 14 കിട്ടുക. ആ 14ന്റെ പകുതിയാണിത്. ഇതിവിടെ ശരിയാവുമോ നോക്കാം. 15ഉം 19ഉം കൂട്ടി 34 കിട്ടും. അതിന്റെ പകുതി 17. അപ്പൊ ഇനി ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇതിന്റെ ഇരട്ടിയാണ് കിട്ടേണ്ടത് എന്നർത്ഥം. 20 കിട്ടേണ്ടത്. 20 കിട്ടണമെങ്കിൽ നമുക്കറിയാം 9ഉം 11ഉം കൂട്ടുമ്പോഴാണ് വരിക. 9 + 11. 20ന്റെ പകുതിയാണ് ശരിക്കും വരിക. ഇവിടെ 20ന്റെ പകുതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 10 വന്നിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം അതിന്റെ ഇരട്ടിയാണ് മുകളിൽ വരേണ്ടത്. ഓക്കെ, അപ്പൊ 20 കിട്ടണം രണ്ടും കൂടെ കൂട്ടിയാൽ. അപ്പൊ 11 നമ്മുടെ ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാർത്തിക് കൃഷ്ണൻ, ഒന്നും കൂടെ ആലോചിക്കണേ. 9ഉം 11ഉം വരുമ്പോഴാണ് 20 വരിക. ആ 20ന്റെ പകുതിയാണ് താഴേക്ക് വരിക. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇതുവരെ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇന്നെടുത്ത കാര്യങ്ങൾ
ഇന്നെടുത്ത കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്ന് പറയൂ. മനസ്സിലായി സർ. മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായി സർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് PDF ഇപ്പം തന്നെ ഇടാം. നിങ്ങൾ നന്നായി ട്രൈ ചെയ്യുക. കുറച്ച് സമയം 1 മണിക്കൂർ NMMS പഠിക്കാൻ ഉപയോഗിക്കുക. 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് 12,000 രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടും. ഒരു സംശയം വേണ്ട. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി, ബൈ.